നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് ബീച്ച് റോഡിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. കോഴിക്കോട് സൗത്ത് ബീച്ച് പെട്രോൾ പമ്പിന് സമീപത്ത് ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അപകടം നടന്നത്. കണ്ണൂർ സ്വദേശി മർവാൻ, കോഴിക്കോട് കക്കോടി കോയവളപ്പിൽ താമസിച്ചിരുന്ന KT യൂനിസിന്റെ മകൻ ജുബൈദ് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൊല്ലത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമമുറിയിലേക്ക് പോയ പോലീസുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം, പോലീസുകാരന് സസ്പെൻഷൻ. കൊല്ലത്ത് പോലീസുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പോലീസുകാരന് സസ്പെൻഷൻ. സിവിൽ പോലീസ് ഓഫീസർ നവാസിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. നവംബർ 6-ാം തീയതി നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തു വരവെയായിരുന്നു പോലീസുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നത്. പുലർച്ചെ പാറാവ് ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമമുറിയിലേക്ക് പോയ പോലീസുകാരിയാണ് അതിക്രമത്തിന് ഇരയായത്. സംഭവത്തിൽ ചവറ പോലീസ് കേസെടുത്തിരുന്നു. സേനയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് നവാസിൽ നിന്നുണ്ടായതെന്ന നിരീക്ഷണത്തോടെയാണ് സസ്പെൻഷൻ. ലൈംഗിക അതിക്രമം. മുൻമന്ത്രി നീല ലോഹിതദാസൻ നാടാർക്കെതിരെ പരാതിക്കാരി സുപ്രീം കോടതിയിൽ. ലൈംഗിക അതിക്രമ കേസിൽ മുൻമന്ത്രി നീല ലോഹിതദാസൻ നാടാരെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാരി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. പരാതിക്കാരിയുടെ അപ്പീൽ സുപ്രീം കോടതി വൈകാതെ പരിഗണിച്ചേക്കും. കേരള വനം വകുപ്പിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥയ്ക്ക് നേരെ 1999 ഫെബ്രുവരി 27-നാണ് കേസിനാസ്പദമായ ലൈംഗിക അതിക്രമം ഉണ്ടായത്. ഉദ്യോഗസ്ഥയെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തുകയും തിരിച്ചിറങ്ങാൻ നേരം മോശമായി പെരുമാറുകയും ചെയ്തുവെന്നാണ് പരാതി. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പാനൂരിലെ വടിവാൾ ആക്രമണം. 5 CPM പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. കണ്ണൂർ പാനൂരിൽ വടിവാൾ സംഘം അക്രമം നടത്തിയ സംഭവത്തിൽ 5 CPM പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. ശരത്ത്, ശ്രീജി, അശ്വന്ത്, ശ്രേയസ്, അതുൽ എന്നിവരാണ് പിടിയിലായത്. മൈസൂരിൽ വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പാനൂർ മേഖലയിൽ പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ നടന്നിരുന്നു. വടിവാളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചായിരുന്നു അക്രമം. സംഭവത്തിൽ 50ഓളം CPM പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പോലീസ് വാഹനം തകർത്തതടക്കം കുറ്റം ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിജീവതയുടെ പേര് വെളിപ്പെടുത്തിയ വീഡിയോ. പ്രതി മാർട്ടിനെതിരെ പോലീസ് ഇന്ന് കേസെടുക്കും. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവതയുടെ പേര് വെളിപ്പെടുത്തിയ പ്രതിയുടെ വീഡിയോ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് ഇന്ന് കേസെടുത്തേക്കും. കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിനാണ് സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചത്. വീഡിയോ പ്രചരിപ്പിക്കുന്നതിൽ നടപടി വേണമെന്ന് അതിജീവത മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. ദിലീപിന് കേസിൽ പങ്കില്ല എന്നാണ് വീഡിയോയിൽ പറയുന്നത്.